ഹായ്, സജീറാണേ. നമ്മളിന്നൊരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെയുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ, വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന്. ഇവിടെ നമ്മൾ കാണുന്ന മരത്തിൻ്റെ താഴെ വെച്ചിട്ട് വണ്ടി വെച്ചിട്ട് ഇങ്ങനെ മേലേക്ക് കുറച്ചങ്ങോട്ട് കയറണം കേട്ടോ. അടിപൊളി ഒരു കുന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ചങ്കിട്ട് നേരെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്, ആകെ തളർന്ന അവശനായിട്ട് കേട്ടോ. അങ്ങനെ പോയി ടോപ്പിലേക്ക് ഇങ്ങനെ കുറേ അങ്ങോട്ട് കയറാനൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊന്ന് മുകളിൽ കയറിയുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. മുകളിലെത്തിയില്ല, കുറഞ്ഞ ദൂരം കയറിയപ്പോൾ തന്നെ അടിപൊളി വ്യൂ ആ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ. കോഴിക്കോട് ബീച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിലെത്തി നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മളൊന്ന് ടോപ്പിലോട്ടൊന്ന് പോയി നോക്കുക. വഴി വലിയ തെറ്റൊന്നുമില്ല, അത്യാവശ്യം സുഖമായിട്ട് കയറി പോകാൻ പറ്റിയ വഴി തന്നെ കേട്ടോ. വലിയ വയറൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ റഷായിട്ട് കയറിയൊന്നും വേണ്ട, നല്ല സിമ്പിളായിട്ട് ഞാൻ കയറി പോയാൽ മതി. വലിയ ക്ഷീണമൊന്നും കൊടുക്കേണ്ടിയില്ല. അപ്പം കയറുന്ന വഴിക്ക് തന്നെ നല്ല വ്യൂ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. താഴേക്ക് നോക്കുന്നതനുസരിച്ച് ഇങ്ങനെ നല്ല ഉയരത്തിലേക്ക് പോകുമ്പോൾ അപ്പം ചങ്കത ഒരു വലിയൊരു പാറൻ്റെ മുകളിൽ ചാടി കയറുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ അടുത്ത വ്യൂ എന്താണ്. അങ്ങനെ താഴേക്കൊന്നും വീയല്ല, മെല്ലെ മെല്ലെ കയറി. ഒരാളെവിടെ കയറി സെറ്റായിട്ടുണ്ട്. വെറുതെ ഒന്നല്ല അവനെ ഇവിടെ ഇരിക്കുന്നത്. നല്ല വ്യൂ തന്നെ കേട്ടോ. നല്ല പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലേക്ക് കുളിർ മണ്ണല്ലേ, വല്ലാത്ത ചാടി. പൊൻകുന്ന് ഹിൽസിൻ്റെ മുകളിലാണുള്ളത്. ഇവിടെ നന്മണ്ട ചീക്കിലോട്, പൂക്കുന്ന് ഹിൽസ് എന്നൊക്കെ അവിടേക്ക് ആൾക്കാർ പറയുന്നത്. പഴയ കാലത്തുള്ള പേരതാണെന്ന് തോന്നുന്നു. ഏതായാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. സൂപ്പർ വ്യൂ ആണ്. മുകളിൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് സൈഡ് അവിടെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്കൊന്നും നമ്മൾ എത്തിയില്ല. ടോപ്പിലേക്ക് ഇനി ഒരുപാട് പോകേണ്ടതാണ്. ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. ഇങ്ങനെ കയറി പോണം മുകളിൽ വരെ. പിന്നെ പോയിരുത്തനതാ തളർന്ന് കിടക്കുന്ന കാണുന്നുണ്ടോ? ആവശ്യം കയറാൻ അല്ലേ ആ കിടക്കുന്ന. നീ കഴിഞ്ഞോ? തവസിരുന്നോളി, കുറേ സ്വസ്ഥതി സമാധാനമൊക്കെ കിട്ടും. എൻ്റെ വ്യൂ പൊളിക്കോ? കളപ്പ ഇറക്കില്ലല്ലോ. അടിപൊളി കാറ്റുണ്ട്, അടിപൊളി കാറ്റുണ്ട്. കാറ്റത്ത് പറന്നുകൊണ്ടോ. ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബോർഡ് കാണട്ടോ. ഇവിടെ ഒരുപാട് സസ്യ എന്താ പറയുക മരുന്നുകളുടെ ഒരു ലോകമെന്നൊക്കെ പറയുന്നത്. ഏറ്റവും ടോപ്പുള്ള വ്യൂ ആണ് കാണുന്നത്. നല്ല വ്യൂ ആണ്. നല്ലൊരു എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ. അത്രയും മനസ്സിന് പറ്റുന്ന സ്ഥലമുണ്ട്. നമ്മൾ പോയ സമയത്ത് വലിയ വെയിലും ഇല്ല, മഴയില്ല. മഴ ഉണ്ടെങ്കിൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ മഴയില്ല വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥയിലാണ്. നല്ല കാറ്റാണ് അവിടെ. എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നല്ല ടോപ്പ് കാറ്റാണ്. ഒരുപാട് ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല. കുറഞ്ഞ ആൾക്കാർ അവിടെയും വഴിയൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് പോകാതിരിക്കുക. കാരണം ഇപ്പം ഇങ്ങനെ ടൂറിസ്റ്റ് സമയങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ട് ഇരിക്കുകയല്ല. ആൾക്കാർ വരുന്നതിനനുസരിച്ച് ഇവിടെ നാശമായിക്കൊണ്ടിരിക്കും. നമുക്ക് സ്ഥലം പെരുത്ത് ഇഷ്ടമായിട്ടോ. അതിൽ ആൾക്കാരൊക്കെ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കണ്ടു പോയിക്കോളി. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ നന്മണ്ടെന്ന് ചീക്കിലോട് റൂട്ടിൽ വന്നിട്ട് ചീക്കിലോട് ഗവൺമെൻറ് സ്കൂളുണ്ട്, ഒരു മാപ്പിള സ്കൂളുണ്ട്. ആ മാപ്പിള സ്കൂൾ കഴിഞ്ഞിട്ട് ഇടത്തോട്ട് കയറിയിട്ട് പോരുന്നുണ്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരുന്ന ബോട്ടിൽ കാര്യങ്ങൾ വെള്ളം കൊണ്ടുവരുന്ന കുപ്പികളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ താഴേക്ക് കൊണ്ടുവരാം.
അവിടെ എവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്ഥലം നശിപ്പിക്കുക. അത്രയും സുന്ദരമായ ഒരു ഇടമാണ് കേട്ടോ. അപ്പോൾ താഴെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നാട്ടുകാർ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്, നാട്ടുകാരെല്ലാം പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിക്ഷേപിക്കുക നമ്മളെ ബോട്ടിലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ നിന്നാണ് ഇത് തിരിയേണ്ടത്. സ്കൂൾ കണ്ട അപ്പുറത്ത് കാണാൻ സ്കൂൾ, അവിടുന്ന് ഈ ഇടത്തോട്ടുള്ള റോഡിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തും. അപ്പം ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.